ഇബ്രാഹിം റിഖി പറയാണ്, ഞാനങ്ങ് മാറി. വേഗം അബുൽ ഖൈറിലേക്ക് ഓടിച്ചെന്നു. അബുൽ ഖൈർ തങ്ങളോട് പറഞ്ഞു, ഇതാ സിംഹം അടുത്ത് വരുന്നു. ഇന്നൽ അസദ ഖസദനി, ആ സിംഹം എന്നെ ലക്ഷ്യമാക്കി എന്റെ അടുത്തേക്ക് വരികയാണ്. എവിടെ സിംഹം എന്ന് വെച്ചത്? അവിടെ ഉണ്ട്. മഹാനവർകൾ നിസ്കരിച്ച സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് സിംഹത്തിനോട് പറയാണ്, അലമ്മ കുല്ലകലാ തതാറദുൽ ഈഫാനി, സിംഹത്തിനോട് പറയാണ്, എന്റെ അതിഥികളെ നേർക്ക് വരരുത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ അതിഥികളാണ് ഇതൊക്കെ, അവരടുത്തേക്ക് വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈ ഒരു വാക്ക് കേട്ടപ്പോഴേക്ക് ഫതനഹ, സിംഹം അവിടുന്ന് അങ്ങ് മാറി അതിന്റെ റൂട്ടിലേക്ക് പോയി. ഇത് ഞാൻ കണ്ട് ഞാൻ വലിയ അത്ഭുതത്തോടെ നോക്കിക്കാണുകയാണ്. സിംഹത്തിനോട് സാധാരണ ഒരു ഖാദിമിനോട് പറയും പോലെ, ഒരു കൂട്ടുകാരനോട്, പരിചാരകനോട്, മക്കളോട് പറയും പോലെ, എന്റെ അതിഥികൾ വന്നിട്ട് അവരെ ഇടങ്ങേറാക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്ക് നിന്റെ വഴിക്കങ്ങ് പോയാ പോരെ എന്ന് പറഞ്ഞപ്പോ സിംഹം അത് കേട്ടുപോയി. എന്തൊരു അനുസരണമാണ്! ഞാൻ ഉളുവെടുത്തിട്ട് അങ്ങോട്ട് ചെന്നു, വീണ്ടും ചെന്നു. ഇപ്പൊ ഞാൻ കണ്ടല്ലോ, അനുഭവത്തോടെ കണ്ടല്ലോ സിംഹത്തോട് മാറി നിൽക്കാൻ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ മഹാനവർകൾ പറഞ്ഞു, ഇസ്തഖൽതും ബിതഖ്വീമിൽ ളാഹിരി ഫഖിഫ്തുമുൽ അസദാ, നിങ്ങൾ പുറം നന്നാക്കി നടന്നു, അപ്പൊ സിംഹത്തങ്ങൾക്ക് പേടിയായി. വസ്തഖൽനാ ബിതഖ്വീമിൽ ഖൽബി ഫഖാഫനൽ അസദു, ഞങ്ങൾ കൽബ് നേരെയാക്കി പണിയെടുത്തു, സിംഹം ഞങ്ങളെ പേടിച്ചു. കൽബ് നേരെയാക്കണം. കിബറും മുജുബും റിയാഉം ഹസദും നമ്മളെ കൽബിൽ അള്ളിപ്പിടിക്കരുത്. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ.